എപ്പിസോഡ് തുടങ്ങുന്നതിന് നമ്മളുടെ സോങ്ങിനെയും അതേപോലെ ജൂണിനെയും കാണിച്ചുകൊണ്ടാണ്. ജൂൺ ആണെങ്കിൽ സോങ്ങിനെ അങ്ങോട്ട് കിടത്താൻ വരുന്നതും അവർ രണ്ടുപേർക്കും ഇടയിലായിട്ട് ആക്സിഡൻ്റലി ഒരു കിസ് തന്നെ സംഭവിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് കണ്ണു തുറന്നിട്ട് പറയും, നീ എവിടേക്കും പോകണ്ട, നീ എപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട്, അതുപോലെ തന്നെ നീ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറയും. ഇത് കേൾക്കുന്ന നമ്മുടെ ജൂൺ ആണെങ്കിൽ ഒന്ന് നല്ലതുപോലെ സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു. അവൻ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നതും നമ്മുടെ ജെയ്ക്യോങ്ങിൻ്റെ ചേട്ടനില്ലേ, അയാളാണെങ്കിൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിച്ചേയില്ല, പക്ഷെ പറ്റിപ്പോയതാ എന്ന്. പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവും അവിടെ ആരോ ഉണ്ടെന്ന്. അവനങ്ങനെ അന്വേഷിച്ച് നോക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ അവിടെ നിന്നങ്ങ് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. അവൻ വേഗം തന്നെ അവൻ്റെ സ്ഥലത്തായിട്ട് എത്തും. അതേസമയം തന്നെ നമുക്ക് പ്രസൻറ്റ് ടൈമിൽ കാണിക്കും. ഇവിടെ നമ്മളുടെ ജൂണും സോങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അവിടെയായിട്ട് പെട്ടെന്ന് തന്നെ ടി വിയിൽ കാണിക്കും, അതായത് കുറച്ച് UFOs നമ്മളുടെ എർത്തിനെ നോക്കി വരുന്നുണ്ട് എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ സോങ് ആണെങ്കിൽ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് നോക്കിയിരിക്കും. അതേസമയം തന്നെ നമുക്ക് പഴയ ഒരു സീൻ കാണിക്കും. അവിടെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ ഒരു പെൺകുട്ടീനെ രക്ഷിച്ചിട്ടില്ലായിരുന്നോ, അവളുടെ വീട്ടിലായിട്ട് ആൾക്കാരെല്ലാം വളഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് ആ പെണ്ണ് അവളുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നും പറഞ്ഞിട്ട്. അതേസമയം തന്നെ ആ പെൺകൊച്ചിൻ്റെ അമ്മയാണെങ്കിൽ അവളുടെ അച്ഛനടുത്ത് പറയും, ഞാൻ അവളെ കൊന്നില്ല, അവളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടുക ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നതും അച്ഛൻ അവരെ പിടിക്കാൻ വേണ്ടി പോവും. എന്നാൽ അതേസമയം തന്നെ നമ്മളുടെ ആ പെൺകൊച്ചാണെങ്കിൽ ജൂണിനെ കണ്ടുപിടിച്ചിട്ട് അവനെ എണീപ്പിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കും. എന്നാൽ അവിടെ വെച്ചിട്ട് ഇവർക്കിടയിൽ ചെറിയ ഫൈറ്റൊക്കെ നടക്കും. അതിൻ്റെ ഇടയിലായിട്ട് ഈ പെങ്കുച്ചിൻ്റെ അച്ഛൻ അങ്ങ് മരിച്ചു പോവുകയും ചെയ്യും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് ടൈമിലാണ്. ഇവിടെ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും, ഈ UFOസിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന്. എന്നാൽ നമ്മളുടെ ജൂൺ അവിടെ പറയും, നീ എന്താ അവരെ വിശ്വസിക്കാത്തത്, ഏലിയൻസ് എല്ലാം സത്യമുള്ള കാര്യമാണ്, അവർക്കാണെങ്കിൽ നിങ്ങൾ മനുഷ്യരെ കാട്ടി ഒരുപാട് പവേഴ്സും ബുദ്ധിയും ഒക്കെ ഉണ്ട്. ഇത് കേൾക്കുന്നേ നമ്മളുടെ സോങ് ആണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ ഈ ഏലിയൻസിനെ ഇത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്, നീ എന്താ അവരാരെങ്കിലും ആണോ, നിനക്കെന്താ സൂപ്പർ പവേഴ്സ് ഉണ്ടോ? ഇത് കേൾക്കുന്നേ നമ്മളുടെ ജൂൺ കുറച്ചു നേരം മിണ്ടാതിരുന്നിട്ട് അല്ല എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങും ജൂണും കൂടി ബാൽക്കണിയുടെ അടുത്ത് നിന്ന് സംസാരിക്കുന്നതാണ്. അവിടെ നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ വിജയകഥയെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളുടെ ജൂൺ ആയിരുന്നാലും അവൾക്ക് കുറേ ടിപ്പൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നാൽ നമ്മളുടെ സോങ് അതൊന്നും മൈൻഡ് ആക്കത്തില്ല. അവൾ പറയും, എന്തോ നീ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്, എനിക്ക് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ, നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്നും പറഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിച്ചൊക്കെ സംസാരിക്കാൻ തുടങ്ങും. കൂട്ടത്തിൽ തന്നെ അവൾ നമ്മളുടെ ജൂണിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ ആണെങ്കിൽ എവിടെയുള്ളവനാ, നിന്റെ ഫാമിലിയൊക്കെ ആരാ? പെട്ടെന്ന് തന്നെ ജൂൺ പറയും, അതിനെപ്പറ്റി നീ അറിയാതിരിക്കുന്നതായിരിക്കും നിനക്ക് ബെറ്റർ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂണിൻ്റെ വീടിൻ്റെ പുറത്തായിട്ട് കുറേ റിപ്പോർട്ടേഴ്സ് ഇരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ജെയ്ക്യോങ്ങും ഉണ്ട്. അവനാണെങ്കിൽ റിപ്പോർട്ടേഴ്സിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല സോങ് അല്ല ആ കൊലപാതകം ചെയ്തതെന്ന് നിങ്ങൾക്കെല്ലാം തെളിവുണ്ടല്ലോ, പിന്നെ എന്തിനാ അവളുടെ പുറകെ നടക്കുന്നത്? അപ്പോൾ റിപ്പോർട്ടേഴ്സ് പറയുന്നതന്നെ, നമ്മൾക്കും ജോലിയല്ലേ, നമ്മളുടെ ജോലിയിലും എന്തെങ്കിലുമൊക്കെ കണ്ടന്റ് വേണ്ടേ, അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ സോങ്ങിൻ്റെ പുറകെ നടക്കുന്നതെന്ന്. അവളുടെ ഫോട്ടോസും ഒക്കെ അവർ കാണിക്കുന്നുണ്ട് വീഡിയോയിലായിട്ട്. അതേസമയം തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, അല്ല ഞാൻ നിൻ്റെ ഡയറിയിൽ വായിച്ചായിരുന്നല്ലോ നീ എവിടേക്കോ പോകുന്നു എന്ന്, അതെവിടേക്കാണ് നീ പോകുന്നേ, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, സീരിയസ് മാറ്റർ ആണോ, നീ യഥാർത്ഥത്തിൽ എഴുതിയതാണോ എന്നൊക്കെ ചോദിക്കും. എന്നാൽ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാൻ റെഡി ആയിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ സോങ് ആണെങ്കിൽ അവിടുത്തെ ആ ഒരു ചെയറിലായിട്ട് കിടന്നങ്ങ് ഉറങ്ങിപ്പോകുന്നതാണ്. ഇത് കാണുന്ന നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് അവളുടെ മുഖത്തുനിന്ന് ആ ബുക്കൊക്കെ എടുത്ത് മാറ്റി അവൾക്ക് നല്ലതുപോലെ ഷീറ്റൊക്കെ ചൂടിക്കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ യൂറയുടെ വീട്ടിലായിട്ട് ഏതോ ഒരാൾ ഇങ്ങനെ പയ്യെ പതുങ്ങി വരുന്നതാണ്. അയാൾ വന്നിട്ടൊരു ബുക്കിലായിട്ട് യൂറയുടെ പേരിൽ ഒരു ലെറ്റർ തന്നെ എടുത്ത് വയ്ക്കും. അടുത്ത ദിവസം നമ്മളുടെ യൂറയുടെ ചേച്ചിയാണെങ്കിൽ ആ ലെറ്റർ എടുത്ത് വായിക്കുന്നതും അവർ ഭയങ്കര ഇമോഷണൽ ആയിട്ട് കരയാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ജെയ്ക്യോങ് ആണെങ്കിൽ അവൻ്റെ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നതാണ്, സോങ് ആണെങ്കിൽ യൂറേനെ കൊന്നിട്ടില്ല എന്ന്. എന്നാൽ നമ്മുടെ ജെയ്ക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ജെയ്ക്യോങ്ങിനെ ഒത്തിരി വഴക്ക് പറയും, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ സോങ്ങിൻ്റെ അടുത്തുനിന്ന് നീ മാറി നിൽക്കണം എന്ന്. അവിടെ അവൻ്റെ പേരൻസും ഉണ്ടായിരുന്നു. അവരും പറയും, സോങ്ങിനെ എത്രയും പെട്ടെന്ന് പോലീസ് പിടിച്ചേ പറ്റത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ രാവിലെ എണീറ്റ് വന്ന് നോക്കുമ്പോൾ നമ്മളുടെ സോങ് ആണെങ്കിൽ അവൻ്റെ വീട് മൊത്തം അലങ്കോലാക്കി ഇട്ടേക്കുമായിരുന്നു. അവിടെയെല്ലാം വലിച്ചു വാരി ഇട്ടിട്ട് അവൾ അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുമായിരുന്നു. ഒരു തലേണയും അവളുടെ തലയിൽ അടിയിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കാണുന്ന നമ്മുടെ ജൂൺ വന്നിട്ട് ആ തലേണയും എടുത്തിട്ട് നമ്മളുടെ സോങ്ങിനെ ആണെങ്കിൽ ഓരോന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടും. എന്നാൽ രണ്ടുപേരുടെയും പൊസിഷൻ അത്ര ശരിയല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ടായിട്ടുള്ള മറ്റേ പ്രായമുള്ള ആളില്ലേ, അയാൾ കയറി വരും. ഇയാൾ കാണുന്നതും ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. അയാൾ അവിടെ പറയും, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, ഞാൻ യഥാർത്ഥത്തിൽ നോക്ക് ചെയ്തിട്ട് വരേണ്ടിയായിരുന്നു എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ എഴുന്നേറ്റ്
വേണ്ടിയിട്ട് അവളുടെ ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കും. ഇവളാണെങ്കിൽ ഇയാളെ കാണുന്നതും വിചാരിക്കും നമ്മളുടെ ജൂണിൻ്റെ അച്ഛനായിരിക്കും എന്ന്. ഇയാളിവിടെ ഫുഡൊക്കെ ആയിട്ടാണേ വന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് പറയും നമുക്ക് എല്ലാവർക്കും എങ്കിൽ ഫുഡ് കഴിച്ചാലോ. എന്നാൽ നമ്മളുടെ ജൂൺ പറയും ഞാൻ എങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഫുഡൊന്നും കഴിക്കാറില്ല എന്ന്. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും നിൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിന് നിനക്ക് എന്താ ഇത്ര പാട്, മര്യാദയ്ക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കും. അങ്ങനെ ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതും നമ്മളുടെ സോങ് ആണെങ്കിൽ മീനിനെ തലതിരിച്ചിട്ടിട്ട് ഇങ്ങനെ കഴിക്കാൻ ഒരുങ്ങുന്നേ. പെട്ടെന്ന് തന്നെ ജൂൺ എന്തോ പറയും. ഉടനെ തന്നെ നമ്മുടെ സോങ് പറയും എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ്സിനാണെങ്കിൽ യൂറയുടെ ആ ഒരു ലെറ്റർ കിട്ടുന്നതാണ്. അവിടെയാണെങ്കിൽ ആ ലെറ്ററിനകത്ത് എഴുതി വെച്ചിരുന്നത് ഇവക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു, ഇവൾ അതിൻ്റെ പേരിലാണ് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എന്ന. അതേപോലെ തന്നെ ഇവളുടെ മെഡിക്കൽ റിപ്പോർട്ട്സും കിട്ടും. എന്നാൽ ഇതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ആ ഡിറ്റക്റ്റീവ്സ് റെഡി ആയിരുന്നതേ ഇല്ല. അതേസമയം തന്നെ നമ്മുടെ ജെ ക്യോങ്ങിൻ്റെ ചേട്ടനെ കാണിക്കും. അവൻ്റെ ഡ്രൈവർ ആണെങ്കിൽ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മളെല്ലാം പ്ലാൻ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, പക്ഷെ പുതിയൊരു ഡിറ്റക്റ്റീവാണ്, അയാളാണെങ്കിൽ യൂറയുടെ മരണം ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ റെഡി ആയിട്ടേ ഇല്ല, അയാൾക്ക് ഇനി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇത് കേൾക്കുന്നതും ജെ ക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ഒന്ന് അപ്സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ പുതിയ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ അവൻ്റെ അമ്മയടുത്ത് വന്ന് ഈ കഥകളെ പറ്റിയൊക്കെ പറയുന്നതാണ്. അവിടെ നമുക്ക് മനസ്സിലാവും ഈ പുതിയ ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ വേറെ ആരുമല്ല നമ്മളുടെ സോങ്ങിൻ്റെ ഫ്രണ്ടായിട്ടുള്ള സിമിയില്ലേ, അവളുടെ തന്നെ സ്വന്തം ചേട്ടനാണ്. അയാളാണെങ്കിൽ അങ്ങനെ കുറേ CCTV ഫുട്ടേജൊക്കെ എടുത്തിട്ട് കുറേ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ സെർച്ച് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ടും കൂടി ചേർന്നിട്ട് സോങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ വരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജൂണാണെങ്കിൽ സൈക്കിളും ചവിട്ടി വരുന്നതും അവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റുന്നത് കാണും. അതേപോലെ തന്നെ നമ്മളുടെ ആ റിപ്പോർട്ടേഴ്സ് ഇല്ലേ, അവരെല്ലാവരും അവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട് നമ്മളുടെ സോങ് തന്നെയാണ് ഇവിടെ കുറ്റക്കാരി എന്ന്. അതേപോലെ തന്നെ നമ്മളുടെ ജൂണാണെങ്കിൽ വീട്ടിനകത്തോട്ട് വരുന്നതും നമ്മുടെ സോങ് ചോദിക്കും റിപ്പോർട്ടേഴ്സൊക്കെ അവിടെ ഉണ്ടോ, അവർ പോയോ എന്ന്. എന്നാൽ നമ്മളുടെ ജൂൺ അവിടെ കള്ളം പറയും റിപ്പോർട്ടേഴ്സ് അവിടെ തന്നെ ഉണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും എങ്കിൽ പിന്നെ ഞാൻ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് കാറ്റ് കൊള്ളട്ടെ എന്ന്. എന്നാൽ നമ്മളുടെ ജൂൺ അതിന് സമ്മതിക്കത്തില്ല. അവൻ അവളെ അങ്ങോട്ട് പിടിച്ചു മാറ്റാൻ നോക്കുന്നതും അവിടെ ഉള്ളൊരു ഫ്ലവർ വേസ് തറയിൽ വീണ് അങ്ങ് പൊട്ടിപ്പോവും. അതേസമയം തന്നെ നമ്മുടെ സോങ്ങിനാണെങ്കിൽ അവളുടെ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള മിഞ്ചിയുടെ അടുത്തുനിന്ന് കോൾ വരും. അവളാണെങ്കിൽ വിളിച്ചിട്ട് പറയും, അതായത് നമ്മളുടെ യൂറയുടെ ചേച്ചിക്കാണെങ്കിൽ സോങ്ങുമായിട്ട് റിലേറ്റ് ആയിട്ട് എന്തൊക്കെയോ തെളിവ് കിട്ടിയിട്ടുണ്ട്, അവരിപ്പോൾ അത് വെച്ചിട്ട് റിപ്പോർട്ടേഴ്സിനെ വിളിച്ചിരിക്കുക എന്ന്. റിപ്പോർട്ടേഴ്സ് അല്ല ഇപ്പോൾ കൺക്ലൂഷനിൽ എത്തിയിരിക്കുന്നത് നമ്മളുടെ സോങ് തന്നെയാണ് ഈ കാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ സോങ് ആണെങ്കിൽ പറയും എനിക്കിപ്പോൾ തന്നെ റിപ്പോർട്ടേഴ്സിനെ കാണാം, ഞാൻ അവരടുത്ത് പറയാൻ പോവാ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മളുടെ ജൂൺ ആണെങ്കിൽ അവളെ പിടിച്ചങ്ങ് തടയും. ആ സമയത്താണെങ്കിൽ നമ്മളുടെ സോങ് അവിടെ തറയിൽ വീണിട്ടുള്ള ആ ഗ്ലാസസ് ഇല്ലേ അതിനകത്ത് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. അവളുടെ കാലിന് നല്ല മുറിവും പറ്റിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെ എടുത്ത് ആ ഒരു സോഫയിലായിട്ട് ഇരുത്തിയിട്ട് അവളുടെ കാലിൽ നല്ലതുപോലെ മരുന്നൊക്കെ വെച്ച് കെട്ടിയൊക്കെ കൊടുക്കും. അവളെ നല്ലതുപോലെ കെയർ ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് ആണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് പറയും ഒരുപാട് നന്ദിയുണ്ട് നീ എന്നെ ഇത്രയും കെയർ ഒക്കെ ചെയ്യുന്നതിന്. അല്ല ഞാനിനിയിപ്പോൾ എന്താ ചെയ്യാന്നും പറഞ്ഞിട്ട് അവളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ ജൂൺ അവിടെ പറയും റിപ്പോർട്ടേഴ്സ് എല്ലാം പോയിട്ടുണ്ട്, നിനക്കിനിയിപ്പോൾ അങ്ങോട്ട് പോവാമെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ സോങ് അവിടെ നിന്നങ്ങ് പോവും. എന്നാൽ നമ്മളുടെ ജൂണിനാണെങ്കിൽ നല്ലതുപോലെ മിസ്സിങ് ഉണ്ടായിരുന്നു. അവൻ അവിടെ എല്ലാം ക്ലീൻ ആക്കും. എന്നാൽ അവനാണെങ്കിൽ എവിടെ പോയാലും നമ്മളുടെ സോങ്ങിനെ മിസ് ചെയ്യുന്നത്. ഫുഡ് കഴിക്കുമ്പോഴായിരുന്നാലും രാത്രി സമയത്ത് അവൻ ബാൽക്കണി വന്ന് നോക്കുമ്പോൾ അവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ പോസ്റ്ററും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ കാണുന്നേ നമ്മുടെ ജൂൺ തന്നെ മനസ്സിൽ വിചാരിക്കും അല്ല എനിക്കിപ്പോൾ ഇത് എന്താ പറ്റിയത്, ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന് വിഷമിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ അനിയനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലായിട്ട് കുറച്ച് അടിപിടി കേസിലായിട്ട് ഇരിക്കുന്നതാണ്. അവിടെയായിട്ട് ജയിക്കോങ് വന്നിട്ട് ഇവനെ അവിടെ നിന്ന് പുറത്താക്കും. അതേപോലെ തന്നെ ഈ അനിയൻ ചെറുക്കനെയും കൊണ്ട് നമ്മളുടെ സോങ്ങിൻ്റെ അമ്മയുടെ അടുത്തായിട്ട് വരും. അവിടെ വന്നിട്ട് നമ്മുടെ ജയിക്കോങ് ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ സോങ്ങിൻ്റെ അമ്മയായിരുന്നാലും ജയിക്കോങ്ങിൻ്റെ അടുത്ത് പറയും സോങ് ഇപ്പോൾ ഒരുപാട് മോശം സിറ്റുവേഷനിൽ കൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്, അവളെ നീ കൈവിടരുത്, അവളുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം എന്ന്. ഇത് കേൾക്കുന്നതും നമ്മളുടെ ജയിക്കോങ് ആണെങ്കിൽ അവിടെ ഓക്കെ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സോങ് ആണെങ്കിൽ നേരെ അവളുടെ ഏജൻസിയിലായിട്ട് വരുന്നതാണ്. അവിടെ അവളുടെ ഡയറക്ടർ ആണെങ്കിൽ ഇവളെപ്പറ്റി മോശം പറയുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ സോങ് വന്നിട്ട് അവിടെ പറയും ഞാൻ എന്തായിരുന്നാലും ഇന്നത്തെ ആഡ് ഷൂട്ട് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, എനിക്ക് അവരുടെ പ്രോഡക്റ്റ് ഒന്നും ഇഷ്ടമായിരുന്നില്ല എന്ന്. അങ്ങനെ നമ്മളുടെ സോങ് ആണെങ്കിൽ കുറേ പ്രോഡക്റ്റിൻ്റെ ഷൂട്ടും അഡ്വർടൈസ്മെൻറ്റും എല്ലാം ക്യാൻസൽ ചെയ്തങ്ങ് കളയും. അതേസമയം തന്നെ നമ്മുടെ ജയിക്കോങ്ങിൻ്റെ ചേട്ടനെ കാണിക്കും. അവനാണെങ്കിൽ
ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയ്ക്കകത്ത് നമ്മളുടെ സോങ് ആണെങ്കിൽ നമ്മുടെ ഈ യൂറയുടെ ആ ഒരു പേഴ്സില്ലേ അതിനെ എടുത്ത് അവളുടെ ബാഗിലായിട്ട് വെക്കുന്ന ഫോട്ടോയാണ് കിട്ടിയത്. ഇത് കാണുന്നതും ജേക്യോങ്ങിൻ്റെ ചേട്ടനൊരു ഐഡിയ കിട്ടും, നമ്മളുടെ യൂറയുടെ പേഴ്സ് സോങ്ങിൻ്റെ കയ്യിൽ തന്നെയായെന്ന്. അങ്ങനെ നമ്മുടെ ജേക്യോങ് ആണെങ്കിൽ സോങ്ങിനെ വിളിച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങും. ഞാനാണെങ്കിൽ ഇതിലെ പോയപ്പോൾ നിന്നെ ഒന്ന് കാണാമെന്ന് വെച്ചു, നീ അവിടെ വീട്ടിലുണ്ടോ എന്ന്. അതേസമയം തന്നെ നമ്മളുടെ സോങ് ആണെങ്കിൽ സിമിയുടെ കൂടെ ഫുഡ് കഴിക്കുമായിരുന്നു. സിമിക്ക് പെട്ടെന്ന് തന്നെ നമ്മളുടെ സോങ്ങിൻ്റെ ആ ഡയറക്ടറിൻ്റെ അടുത്ത് നിന്ന് മെസ്സേജ് വരും. അതായത് സോങ്ങിൻ്റെ പോസ്റ്റിലേക്ക് നിന്നെയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, വേഗം തന്നെ കമ്പനിയിലോട്ട് വരണമെന്ന്. പെട്ടെന്ന് തന്നെ സിമിയാണെങ്കിൽ ഭയങ്കര നെർവസാകും. സോങ് അവിടെ ചോദിക്കും, എന്ത് പറ്റി, നീ എന്താ ഇത്ര നെർവസ് ആയിട്ടിരിക്കുന്നതെന്ന്. എന്നാൽ നമ്മളുടെ സിമി അവിടെ കള്ളം പറയും, എൻ്റെ അമ്മയ്ക്ക് അത്ര സുഖമില്ല, ഞാൻ വേഗം പോകണമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ സോങ്ങിനെ കാണാൻ വേണ്ടി ആ ഫ്ലാറ്റിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ജൂണും ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ അത് ശ്രദ്ധിക്കും. അതേസമയം തന്നെ അവിടെയായിട്ട് 2 ഡിറ്റക്റ്റീവ്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജൂൺ ആണെങ്കിൽ ഡിറ്റക്റ്റീവിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിറ്റക്റ്റീവ് ആണെങ്കിൽ ജൂണിനെ വിളിച്ചുകൊണ്ട് നമ്മളുടെ ഈ യൂറയുടെ കേസിനെ പറ്റി സംസാരിക്കാൻ ഒരുങ്ങും. ആ സമയത്ത് നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ആ ഫ്ലാറ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ജൂണിനാണെങ്കിൽ ചെറിയൊരു ഡൗട്ടുണ്ട്, ഇവനെയാണോ അന്ന് ഷിപ്പിൽ വെച്ച് കണ്ടത് എന്ന്. നമ്മുടെ ജൂണാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തായിട്ട് കാറിലായിട്ടിരുന്ന സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ എന്തോ പോലെ ഫീൽ ചെയ്യും. അതായത് അതേ ആൾ തന്നെ നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ സോങ്ങിന് എന്തോ ആപത്തുണ്ടെന്നല്ലേ അർത്ഥം. ഇതറിയുന്നത് നമ്മുടെ ജൂണാണെങ്കിൽ വേഗം തന്നെ ആ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങും. ഡിറ്റക്റ്റീവ് ആയിരുന്നാലും ഇവനെ ഫോളോ ചെയ്തു വരും. ഇവൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വലിയൊരു ട്രക്ക് വരുന്നതും പെട്ടെന്ന് തന്നെ നമ്മുടെ ജൂൺ അവിടെ നിന്ന് അപ്രതീക്ഷിതമായങ്ങ് പോവും. അവൻ നേരെ വരുന്നതേ നമ്മളുടെ ആ ഫ്ലാറ്റിലായിട്ടാണ്. അവിടെയുള്ള സെക്യൂരിറ്റീസ് ഇവനെ കാണുന്നതും എന്തോ പോലെ തോന്നിയിട്ട് ഇവനെ ഫോളോ ചെയ്യാനിറങ്ങും. അതേസമയം തന്നെ നമ്മളുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ സോങ്ങിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവളുടെ അടുത്ത് ചോദിക്കും, നീ ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ നമ്മുടെ സോങ് ചോദിക്കും, എനിക്കെന്ത് പ്രശ്നമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ പറയുന്നത്, യൂറയുടെ കേസിൽ നിന്നെയല്ലേ എല്ലാവരും പ്രതിയാക്കുന്നത്. അപ്പോൾ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയാൻ തുടങ്ങും, അല്ല നിങ്ങൾക്ക് നല്ല വിഷമമായിരിക്കത്തില്ലേ, നിങ്ങളും അവളും കല്യാണം കഴിക്കായിരുന്നില്ലേ, ഞാനെന്ന് നിങ്ങൾ പറഞ്ഞ എല്ലാം കേട്ടായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മളുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ ചോദിക്കും, നീ എല്ലാം കേട്ടായിരുന്നോ എന്ന്. അപ്പോൾ നമ്മുടെ സോങ് അതേ എന്ന് പറയും. നമ്മളുടെ സോങ് ആണെങ്കിൽ ജേക്യോങ്ങിൻ്റെ ചേട്ടന് വേണ്ടിയിട്ട് കോഫി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്ത് ഈ ജേക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ നൈസിന് ചെന്നിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ പേഴ്സൊക്കെ തുറന്നു നോക്കും. അതിൽ യൂറയുടെ പേഴ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളുടെ ജൂണിനായിരുന്നാലും ഇത് കാണുന്നതും എന്തോ പോലെ തോന്നും. അവിടെ ചോദിക്കും, അല്ല നിങ്ങൾക്ക് എന്തോ അസുഖം ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടായിരുന്നല്ലോ, നിങ്ങൾ അതിന് മരുന്നൊക്കെ എടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്നതും അവൻ അതിനെല്ലാം മറുപടി പറയുന്നതും അതേസമയം തന്നെ അവിടെയായിട്ട് നമ്മുടെ ജേക്യോങ് വരും. ഇവനാണെങ്കിൽ വന്ന് നോക്ക് ചെയ്യുന്നതും നമ്മളുടെ സോങ് വന്ന് വാതിലിറക്കുമ്പോൾ അവിടെയായിട്ട് നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ്റെ ഷൂ കിടക്കുന്നതാണെന്നേയും അവൻ ഭയങ്കര സർപ്രൈസ്ഡ് ആവും. അവൻ ചോദിക്കും, ഇപ്പോഴും നിന്റെ നെയ്ബർ തന്നെയാണോ ഇവിടോട്ട് വന്നിരിക്കുന്നത് എന്ന്. ഉടനെയാണ് നമ്മുടെ സോങ് പറയും, അല്ല നിന്റെ ചേട്ടനാ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ ജേക്യോങ് പറയാൻ തുടങ്ങും, എൻ്റെ ചേട്ടനൊക്കെ തന്നെയായിരിക്കും, എങ്കിലും എനിക്കങ്ങനെ നിന്നെ കാണാൻ വരുന്നത് അത്ര ഇഷ്ടമൊന്നും അല്ല. ഇവിടെയായിട്ട് നമ്മുടെ ജേക്യോങ്ങിൻ്റെ ചേട്ടൻ പറയും, ഞാൻ ജസ്റ്റ് ഇവളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണ് വന്നത്, ഞാനെങ്കിൽ പിന്നെ പോകുന്നു എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. അതേസമയം തന്നെ നമ്മളുടെ ജൂണും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ അവിടുത്തെ CCTV ക്യാമറയിലായിട്ട് കാണും. അതായത് നമ്മളുടെ ഈ ജേക്യോങ്ങിൻ്റെ ചേട്ടനാണെങ്കിൽ ലിഫ്റ്റിലായിട്ട് പോകുന്നത്. എങ്കിലും അവൻ നേരെ വരുന്നത് നമ്മളുടെ സോങ്ങിൻ്റെ വീട്ടിലായിട്ടാണ്. അവനവിടെ നോക്ക് ചെയ്യുന്നതും കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ജേക്യോങ് വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നത്. എന്നാൽ ഇവിടെയായിട്ട് നമ്മളുടെ ജൂൺ അതൊന്നും മൈൻഡ് ആക്കത്തില്ല, ഇവനെ തട്ടിക്കളഞ്ഞിട്ട് വേഗം തന്നെ അകത്തോട്ടങ്ങ് കയറും. എന്നിട്ട് നമ്മുടെ സോങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കും, ഇപ്പോൾ ഇവിടെ ആരാ വന്നത്, ആരാ തൊട്ട് മുന്നേ പോയത്. അപ്പം നമ്മുടെ സോങ് പറയും, ജേക്യോങ്ങിൻ്റെ ചേട്ടനാ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ജൂൺ ആണെങ്കിൽ അവളെ കുറേ വഴക്ക് പറയും, നീ എന്തിനാ ഇങ്ങനെ കണ്ടോമാരെല്ലാം വീട്ടിലായിട്ട് വിളിച്ച് കയറ്റുന്നത്, അതിൻ്റെ ആവശ്യം എന്തോ, നിൻ്റെ സെക്യൂരിറ്റി അല്ലേ ഏറ്റവും വലുത്. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയാം, അപ്പം നീ എന്തിനാ എൻ്റെ വീട്ടിലോട്ട് വന്നത്, നിനക്കിവിടെ വരേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ 2 അവന്മാരും പിടിച്ചങ്ങ് പുറത്താക്കും. ഇവിടെയായിട്ട് നമ്മളുടെ ജേക്യോങ് ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, എന്ത് പറ്റി, ഇവൻ നിൻ്റെ അടുത്ത് എന്തെങ്കിലും ബലപ്രയോഗം നടത്തിയോ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ ജൂൺ പറയും, ഞാൻ നിന്നെ പോലെയൊന്നും അല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. എന്നാൽ നമ്മുടെ സോങ് ആണെങ്കിൽ വലിയ മൈൻഡൊന്നും ആക്കാണ്ട് വേഗം തന്നെ അകത്തോട്ട് കയറിയങ്ങ് പോകും. ഇവിടെയായിട്ട് നമ്മളുടെ ജേക്യോങ് ആണെങ്കിൽ ജൂണിൻ്റെ അടുത്ത് പറയും, മര്യാദയ്ക്ക് അവളുടെ അടുത്ത് നിന്ന് മാറി നിന്നോണം, നീ എന്തിനാ അവളുടെ പുറകെ കറങ്ങി നടക്കുന്നത്, എനിക്കത് അത്ര ഇഷ്ടമൊന്നുമല്ല, അവൾ എൻ്റെയാണ്, എൻ്റെ മാത്രമാണ് എന്നൊക്കെ പറയും. എന്നാൽ നമ്മുടെ ജൂണും അവനെ നല്ലതുപോലെ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സോങ് ആണെങ്കിൽ യൂറയുടെ വീട്ടിലായിട്ട് അവളുടെ പേരൻസിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നാൽ നമ്മളുടെ സോങ്ങിനാണെങ്കിൽ അവളുടെ കാറിൽ നിന്ന് പുറത്തിറങ്ങാനേ പറ്റത്തില്ല. ആൾക്കാരെല്ലാം വന്നിട്ട് ഇവളുടെ കാറിലായിട്ട് ഈ ചീഞ്ഞ മുട്ട എടുത്ത് എറിയാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ മിഞ്ചി പറയും, നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇപ്പോൾ യൂറയുടെ ഫാമിലിയിലെ മീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സിറ്റുവേഷൻ ഭയങ്കര മോശമാണ് എന്ന്. അത്
അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സോങ് ആണെങ്കിൽ നേരെ അവളുടെ കമ്പനിയിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ സോങ്ങിൻ്റെ അമ്മയാണെങ്കിൽ ഡയറക്ടറായിട്ട് ഭയങ്കരമായിട്ട് അടിയിടുമായിരുന്നു. സോങ്ങിൻ്റെ എല്ലാ പ്രോഗ്രാംസും ക്യാൻസൽ ചെയ്തത് എന്തിനാ എന്നും ചോദിച്ചിട്ട് ഇവിടെയായിട്ട് നമ്മുടെ സോങ് വന്നിട്ട് പറയും എൻ്റെ പേരിലുള്ള പ്രശ്നങ്ങളെല്ലാം ക്ലിയർ ആവാണ്ട് ഞാൻ ഇനി ഒരു പ്രോഗ്രാമും ചെയ്യാൻ റെഡിയല്ല എന്നും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. പെട്ടെന്ന് തന്നെ അവളുടെ മാനേജർ അവളുടെ പുറകെ വരുന്നത് അവളവിടെ പറയും നീയും എന്നെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന്. അതേസമയം തന്നെ നമ്മുടെ സിമിയും അമ്മയും അതിലേക്ക് നടന്നു വരും. പെട്ടെന്ന് തന്നെ നമ്മളുടെ സിമിയുടെ അമ്മ പറയും എൻ്റെ മോക്കാണ് ഇപ്പോൾ അവസരം കിട്ടിയിരിക്കുന്നതെന്ന്. ഉടനെ തന്നെ സിമി പറയും എനിക്ക് ഈ റോള് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല, നീ തന്നെ ചെയ്താൽ മതിയെന്ന്. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്യാത്ത സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആ റോൾ ചെയ്തല്ലേ പറ്റൂ, നീ ചെയ്യ്, നിനക്ക് എന്തായിരുന്നാലും അതിനുള്ള കാലിബറുണ്ട്, ഞാൻ നിൻ്റെ കാര്യത്തിൽ ഒരുപാട് ഹാപ്പിയാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ സോങ് ആണെങ്കിൽ അവളുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് എത്തുന്നതും പുറത്തായിട്ടൊരു ഗിഫ്റ്റ് ഇരിക്കുന്നതാണ്. അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എന്തോ നമ്മളുടെ യൂറയുടെ ഫോട്ടോയ്ക്കകത്ത് രക്തത്തിൻ്റെ ആ ഒരു കണ്ണിങ്ങനെ വരച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാണുന്നത് നമ്മളുടെ സോങ് ഭയങ്കരമായിട്ട് പേടിച്ചു. അവൾ വേഗം തന്നെ നമ്മളുടെ ജൂണിൻ്റെ വാതിലായിട്ട് കൊട്ടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്ന സമയത്താണ് അവൾക്ക് മനസ്സിലാവുന്നത് ജൂണിനെ വിളിക്കാൻ അവൻ്റെ കയ്യിൽ ഫോണോ ഇല്ലല്ലോ എന്ന്. അതിനുശേഷം കാണിക്കുന്ന ഡിറ്റക്റ്റീവിനെയാണ്. അയാൾക്കാണെങ്കിൽ ഇപ്പോഴും ഭയങ്കര വിയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാലും നമ്മളുടെ ജൂൺ എങ്ങനെയാണ് പെട്ടെന്ന് അവിടെ നിന്ന് അപ്രതീക്ഷനായത് എന്ന് ആലോചിച്ചിട്ട് അയാൾക്കാണെങ്കിൽ അതിനെപ്പറ്റി ഇപ്പോഴും ഒരു എത്തും പിടി ഉണ്ടായിരുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ജൂണിനെയാണ്. ജൂണാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്നപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അവിടെയായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ചോദിക്കും അല്ല നിങ്ങളുടെ കയ്യിൽ എങ്ങനെയാണ് ഇത്രത്തോളം പ്രോപ്പർട്ടീസ് വന്നത് എന്ന്. അവൻ്റെ കയ്യിൽ കുറേ പവർ ഓഫ് അറ്റോർണി ഉണ്ടായിരുന്നു. ഇത് കാണുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ പറയും ഞാനിവിടെ 4000 വർഷമായിട്ടില്ലേ, അപ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഇത്ര ഇല്ലെങ്കിലല്ലേ ഉള്ളൂ അത്ഭുതം, ഞാൻ ആദ്യം ഇവിടെ വന്ന സമയം തൊട്ടേ ഇതായിരുന്നു എൻ്റെ മെയിൻ പണി എന്ന് അവൻ പറയും. ഇത് കേൾക്കുന്നതും അവൻ്റെ ഫ്രണ്ട് ഭയങ്കര സർപ്രൈസ്ഡ് ആവും. കൂടെ തന്നെ നമ്മളുടെ ജൂൺ പറയും ഞാനിവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ ഈ സ്ഥലങ്ങളെല്ലാം വെക്കണം, കുറച്ച് പാടാണെന്ന് അറിയാം എങ്കിലും നീ അത് ചെയ്യണം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ജൂൺ ആണെങ്കിൽ നേരെ അവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വരുന്നതും അവിടെയായിട്ട് സോങ് ഒരു നോട്ട് എഴുതി വെച്ചേക്കുന്നതാണ്, നീ ഒരു ഫോൺ വാങ്ങിക്കണം, എനിക്ക് നിൻ്റെ സഹായത്തിൻ്റെ ആവശ്യം വരുമോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോങ് ആണെങ്കിൽ വാതിലുറന്ന് നോക്കുമ്പോൾ ജൂണോട് ഒരു നോട്ട് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് രാത്രി എനിക്ക് ടെസ്റ്റ് ഉണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ സോങ് ആണെങ്കിൽ അടുത്ത ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വരുന്നതാണ്. അവൾ അങ്ങനെ കാർ എങ്ങനെയെങ്കിലും നൈസിന് പാർക്ക് ചെയ്യാൻ നോക്കുന്നത് ഒരു റിപ്പോർട്ടർ വന്നിട്ട് അവളുടെ കാറിൻ്റെ പുറകിലായിട്ട് കൊണ്ടുവന്ന് കാർ ഇടിക്കും. ഇത് നോക്കുന്നതും നമ്മളുടെ സോങ്ങിന് മനസ്സിലാവും അതാ പഴയ റിപ്പോർട്ടർ തന്നെയായെന്ന്. പെട്ടെന്ന് തന്നെ അവളാണെങ്കിൽ അതിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് എങ്ങനെയെങ്കിലും മുഖമൊക്കെ മറച്ചിരിക്കുന്നതും അവിടെയായിട്ട് ഒരുപാട് റിപ്പോർട്ടേഴ്സ് വരും. നമ്മളുടെ ജൂൺ ആയിരുന്നാലും അകത്ത് ക്ലാസ് എടുക്കുമായിരുന്നു. അവന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും സോങ് എന്തോ അപകടത്തില എന്ന്. അവൻ അതിൻ്റെ സൗണ്ട് കേൾക്കും. പെട്ടെന്ന് തന്നെ അവൻ അവിടേക്ക് ഓടി വന്നിട്ട് നമ്മുടെ സോങ്ങിനെ രക്ഷിക്കും. അവളെ പുറത്തോട്ട് ഇറക്കിയിട്ട് പറയും ഇവളൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഇവള് നിങ്ങളെല്ലാവരും പേടിക്കുന്നത്, ധൈര്യമായിട്ട് നടന്നു വാന്ന് പറഞ്ഞിട്ട് അവളുടെ കൈയും പിടിച്ച് നമ്മളുടെ ജൂൺ ആണെങ്കിൽ അങ്ങ് നടക്കാനൊരുങ്ങും. പെട്ടെന്ന് തന്നെ റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ഇവരുടെ വീഡിയോ എടുക്കാനൊരുങ്ങുന്നതും ഇവരുടെ എല്ലാവരുടെയും ക്യാമറ ഒരേ സമയത്ത് തന്നെ കംപ്ലൈൻ്റ് ആവും. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജൂൺ ആണെങ്കിൽ സോങ്ങിനെയും കൊണ്ട് ഒരു മ്യൂസിയത്തിലായിട്ട് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മളുടെ ജൂൺ ആണെങ്കിൽ മറ്റേ പഴയ പെങ്കൊച്ചിനൊരു പേന കൊടുത്തിട്ടില്ലായിരുന്നു, ആ പേന അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പേന കാണുന്നേ നമ്മളുടെ സോങ് അവിടെ പറയും എനിക്കിത് കാണുമ്പോൾ എന്താണെന്നറിയത്തില്ല ഭയങ്കര സങ്കടം വരുന്നു എന്ന്. ഇത് കേൾക്കുന്നത് നമ്മളുടെ ജൂൺ ഒന്ന് അവളെ നല്ലതുപോലെ നോക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ സിമിയുടെ ചേട്ടനാണെങ്കിൽ അവൻ്റെ റൂമിലായിട്ട് കിടന്നുറങ്ങാൻ നേരത്ത് അവിടെയായിട്ട് നമ്മളുടെ സോങ്ങിൻ്റെ ഫോട്ടോഗ്രാഫി ഇരിക്കുന്നതായിരുന്നു. അതിനകത്തായിട്ട് നമ്മളുടെ ജൂണിൻ്റെ ഫോട്ടോയുണ്ട്. ഇതാണെങ്കിൽ സിമി കാണും. ഇത് കാണുന്ന അവക്കാണെങ്കിൽ ആ ഫേസ് ഭയങ്കര ഫെമിലിയർ ആയിട്ട് ഫീൽ ചെയ്യും. സത്യത്തിൽ നമ്മളുടെ സോങ്ങിൻ്റെ ആണെങ്കിൽ പണ്ടത്തെ ഒരു ആക്സിഡൻറ്റ് നടന്നില്ലേ, ആ സമയത്ത് നമ്മളുടെ ജൂൺ രക്ഷിക്കാൻ നേരത്ത് അവൾ അവിടെ വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൾ ആ റൂമിൽ വന്നിട്ട് ആ ഫോട്ടോ തിരഞ്ഞു നോക്കും. അപ്പോൾ അവൾക്ക് മനസ്സിലാവും മറ്റേ ഫോട്ടോയിലും ഈ ഫോട്ടോയിലും ഉള്ള ആൾ സെയിം തന്നെയാ എന്ന്. അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ജൂണും സോങ്ങും കൂടി കാറിലായിട്ട് യാത്ര ചെയ്ത് വരുന്നതാണ്. നമ്മളുടെ ജൂണാണെങ്കിൽ സോങ്ങിനെ കൊണ്ടുവന്ന് ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കിലായിട്ടാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സോങ്ങിന് വേണ്ടിയിട്ട് ജയിക്കും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഇവനെ കാണുന്നത് നമ്മളുടെ ജൂൺ നല്ലതുപോലെ അപ്സെറ്റ് ആവും. സോങ് ആയിരുന്നാലും ജൂണിൻ്റെ അടുത്ത് ഇവിടെ നിൽക്കാൻ പറയും. എന്നാൽ ജൂൺ പറയും എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. കൂട്ടത്തിൽ തന്നെ പറയും സോങ് നീ വേഗം തന്നെ വീട്ടിലായിട്ട് വരണോ എന്ന്. അങ്ങനെ അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാൻ തുടങ്ങും. ഇവിടെയായിട്ട് നമ്മുടെ ജയിക്കോങ് ആയിരുന്നാലും സോങ്ങിനെയും കൊണ്ട് വന്നിരിക്കുന്നത് അവളുടെ അച്ഛൻ പണ്ട് ഇവളെ ഏത് അമ്യൂസ്മെൻറ്റ് പാർക്കിലാണോ കൊണ്ടുവരുന്നത് അതേ സ്ഥലത്ത് തന്നെ ആയിട്ടാണ്. ഇവൻ അവിടെ പറയാൻ തുടങ്ങും നിനക്ക് ഈ പാർക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്ക് നല്ലതുപോലെ അറിയാമെന്ന്. നമ്മളുടെ സോങ് ആയിരുന്നാലും നല്ല ഇമോഷണൽ ആവും. അവൾ അവിടെ പറയും നിനക്ക് എന്നെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിയാവല്ലേ. നമ്മുടെ ജയിക്കോങ് ആയിരുന്നാലും പറയും പിന്നില്ലേ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, നിന്നെപ്പറ്റി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യും പിടിച്ച് നടക്കാൻ തുടങ്ങും. ഇതെല്ലാം നമ്മളുടെ ജൂൺ ആണെങ്കിൽ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അവൻ നല്ല അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതായത് പണ്ടത്തെ ജൂണും അതേപോലെ പണ്ടത്തെ സോങ് ഇല്ലേ, രണ്ടുപേരുടെ ഒരു കാട്ടിക്കൂടി ഓടി ഓടി അവസാനം ഒരു
മലയുടെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നത്. അവിടെയായിട്ട് നമ്മുടെ സോങ് പറയുന്നുണ്ട്, എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ലൊരാൾ നിങ്ങളാണ്, നിങ്ങളെ കണ്ടതിന് ശേഷമാണ് എനിക്ക് ഇനിയും ജീവിക്കാനുള്ള ആഗ്രഹം വന്നത് എന്ന്. ഇവിടെയായിട്ട് നമ്മുടെ ജൂൺ നല്ല വീക്കായിരുന്നു. കുറേ ആൾക്കാർ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരും. നമ്മുടെ സോങ് ആയിരുന്നാലും അവളുടെ മുത്തശ്ശി അവൾക്ക് കൊടുത്ത ആ ഒരു പേന ഇവൻ്റെ കയ്യിലായിട്ട് കൊടുത്തിട്ട് ഗുഡ് ബൈ ഒക്കെ പറയും. എന്നിട്ട് പറയും, നമ്മളിനി കാണുമോ എന്ന് തന്നെ അറിയത്തില്ലല്ലോ, ഞാനിവിടെ എൻ്റെ ഗുഡ് ബൈ പറയുക എന്ന്. നമ്മളുടെ ജൂൺ ആയിരുന്നാലും ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ടൈം സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കും. എന്നാൽ ഒന്നും നടക്കത്തില്ല. ഇവൻ ടൈം സ്റ്റോപ്പ് ചെയ്യുമെങ്കിലും ആൾക്കാർ അമ്പ ചെയ്യുന്ന സമയം ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മളുടെ സോങ് ആണെങ്കിൽ ജൂണിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ മുമ്പിലായിട്ട് കയറി നിന്ന് ഉള്ള അമ്പെല്ലാം അവളുടെ ദേഹത്തായിട്ടാണ് കൊള്ളുന്നത്. അങ്ങനെ അവൾ അവിടെ വെച്ച് മരിച്ചു പോവും. നമ്മളുടെ ജൂൺ ആയിരുന്നാലും നല്ലതുപോലെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അവന് വിഷമം സഹിക്കാൻ പറ്റത്തില്ല. അവനവിടെ അലറിക്കരയും. അതിനുശേഷം കാണിക്കുന്ന പ്രസൻറ്റ് ടൈമിലാണ് അവനവിടെ പറയും, പണ്ട് ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന പെൺകൊച്ചിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. സമയം അങ്ങനെയാണ്. ചില സമയത്ത് നമ്മളുടെ പവർ ഒന്നും ഇല്ലാണ്ട് നമ്മൾ ഭയങ്കര പവർലെസ് ആയിട്ടിരിക്കുമെന്ന്. അതേസമയം തന്നെ നമ്മളുടെ സോങ്ങും ജേക്കോങ്ങും കൂടെയാണെങ്കിൽ ആ റൈഡിലായിട്ട് കയറും. അവിടെയായിട്ട് നമ്മളുടെ ജേക്കോങ് ആണെങ്കിൽ സോങ്ങിൻ്റെ അടുത്ത് അവൻ്റെ ഇഷ്ടം തുറന്നു പറയും. എന്നിട്ട് അവൻ പറയുന്നത് തന്നെ, നീ ഇപ്പം മറുപടി പറയണമെന്നില്ല, പിന്നെ പറഞ്ഞാൽ മതി എന്നാ. എന്നാൽ നമ്മളുടെ സോങ് ആണെങ്കിൽ പറയും, ഇല്ല ഞാൻ എൻ്റെ മറുപടി ഇപ്പോഴും തന്നെ പറയാമെന്നും പറഞ്ഞിട്ട് അവൾ ആൻസർ തരാൻ ഒരുങ്ങുന്നതും നമ്മളുടെ ജൂണിനെ കാണിക്കും. അവൻ വേഗം തന്നെ ടൈം അങ്ങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് അവൻ പറയും, ചില സമയമൊക്കെ അങ്ങനെയാണ്, നമുക്ക് നല്ല മോശം എക്സ്പീരിയൻസ് ആയിരിക്കും തരുന്നത്, നമുക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിന്ന് വഴിമാറി നടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.